കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 10. 1957 പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് ചാലക്കുടി ദ്വയാംഗ മണ്ഡലത്തിലാണ്. പ്രഥമ സർക്കാരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് ശ്രീ പനമ്പിള്ളി ഗോവിന്ദമേനോനെ 3370 വോട്ടുകൾക്ക് PSPയിലെ CG ജനാർദ്ദനൻ പരാജയപ്പെടുത്തിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ PSP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൂഢതന്ത്രമാണ് ചാലക്കുടിയിൽ ലക്ഷ്യം കണ്ടത്. അതുപോലെ ക്രിസ്ത്യൻ സഭകളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടായിട്ടും വാഴൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ സാരഥി ശ്രീ PT ചാക്കോയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ രാഘവ കുറുപ്പ് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചു. വാഴൂർ മണ്ഡലത്തിൽ നടന്ന തീവാറുന്ന മത്സരത്തിൽ ശ്രീ PT ചാക്കോ എന്ന കരുത്തനായ കോൺഗ്രസ് നേതാവ് കടന്നുകൂടിയത് വെറും 80 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു. കേരളത്തിന്റെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ പട്ടം താണുപിള്ള നേതൃത്വം കൊടുത്ത പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ PSP തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തിരുവനന്തപുരം 1 മത്സരിച്ച ശ്രീ പട്ടം താണുപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യുവതുർക്കി സഖാവ് K അനിരുദ്ധനെ 4734 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു സമഗ്രാധിപത്യം. PSPയുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ച RSPക്ക് കനത്ത തിരിച്ചടിയേറ്റു. കൊല്ലത്ത് മത്സരിച്ച RSPയുടെ പ്രമുഖ നേതാവായ TK ദിവാകരന് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിന്റെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാതെ RSP എന്ന വിപ്ലവ പാർട്ടി അങ്ങനെ സംപൂജ്യരായി കുഴഞ്ഞു വീണു. PSPയുമായും RSPയുമായും സഖ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പാളിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പയറ്റിയത് സ്വതന്ത്ര തന്ത്രമായിരുന്നു. തലശ്ശേരിയിൽ പ്രമുഖ നിയമജ്ഞനായ ശ്രീ VR കൃഷ്ണയ്യർ, തൃശൂരിൽ മുൻ കോൺഗ്രസ് നേതാവ് ഡോക്ടർ AR മേനോൻ, ഗുരുവായൂരിൽ ശ്രീ ജോൺ കൂളിയത്ത്, മണലൂരിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, ഹരിപ്പാട് ശ്രീ രാമകൃഷ്ണപിള്ള, കുഴൽമന്ദത്ത് ശ്രീ ജോൺ കുടുവക്കോട്ടിൽ എന്നിങ്ങനെ നിരവധി പ്രമുഖരായ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്രരായി രംഗത്തിറക്കി. തലശ്ശേരിയിൽ മത്സരിച്ച ശ്രീ VR കൃഷ്ണയ്യർ 12084 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസിലെ ശ്രീ P കുഞ്ഞിരാമനെ പരാജയപ്പെടുത്തിയത്. തൃശൂരിൽ മത്സരിച്ച ഡോക്ടർ AR മേനോൻ 2486 വോട്ടുകൾക്ക് കോൺഗ്രസിലെ പ്രമുഖ തൊഴിലാളി നേതാവായ ശ്രീ K കരുണാകരനെ പരാജയപ്പെടുത്തി. നാമനിർദ്ദേശം കൊടുക്കുന്ന ദിവസം തീവ്രമായ ടൈഫോയിഡ് രോഗബാധയാൽ ആശുപത്രിയിലായ കരുണാകരന് പ്രചരണ രംഗത്തിറങ്ങാൻ കഴിയാതെ വന്നത് കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനും മുൻ കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ AR മേനോന് സഹായകമായി മാറി. ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് പരാജിതനായ കരുണാകരൻ ആശുപത്രിയിൽ നിന്നും സ്വന്തം ഭവനത്തിലെത്തിയത്. ഇടതു സ്വതന്ത്രനായി ഗുരുവായൂരിൽ മത്സരിച്ച ജോൺ കൂളിയത്തെന്ന കോരു കൂളിയത്ത് 2635 വോട്ടുകൾക്കും മണലൂരിൽ മത്സരിച്ച പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി 1995 വോട്ടുകൾക്കും വിജയിച്ചു. കേവലം 2 MLAമാരുടെ മാത്രം ഭൂരിപക്ഷമുണ്ടായിരുന്ന കേരളത്തിലെ പ്രഥമ സർക്കാരിന് 5 സ്വതന്ത്രരുടെ പിന്തുണ നിർണായകമായി. ഇവരിൽ ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പട്ടികയിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും മികച്ച നിയമമന്ത്രിമാരുടെ പട്ടികയിൽ ശ്രീ VR കൃഷ്ണയ്യരും സ്ഥാനം നേടി. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ മങ്കട, തിരൂർ, താനൂർ, കുറ്റിപ്പുറം, തിരൂരങ്ങാടി, മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി എന്നീ സീറ്റുകളിൽ വിജയിച്ചു. പിൽക്കാലത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായി മാറിയ CH മുഹമ്മദ് കോയ താനൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 1957 ഏപ്രിൽ 5 അധികാരത്തിലേറിയ കേരളത്തിന്റെ പ്രഥമ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായ EMSനെ കൂടാതെ VR കൃഷ്ണയ്യർ, C അച്യുതമേനോൻ, TV തോമസ്, KC ജോർജ്, KP ഗോപാലൻ, TA മജീദ്, PK ചാത്തൻ മാസ്റ്റർ, ജോസഫ് മുണ്ടശ്ശേരി, KR ഗൗരിയമ്മ, ഡോക്ടർ AR മേനോൻ എന്നിവർ വിവിധ വകുപ്പുകളുടെ ചുമതലയോടെ
കേരള സംസ്ഥാനത്തിന്റെ പ്രഥമ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു.